Good morning, children. Say good morning. Good morning, Miss. Okay. Did you brush your teeth? Yes. Show me your teeth. എല്ലാരും പല്ല് തേച്ചിട്ടില്ലാന്ന് തോന്നല്ലോ. കാണിക്കുന്നില്ലല്ലോ. നോ. എന്നാ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ചോദിക്കണ്ടല്ലോ. ഉമർ ജാഫർ ഒന്നും ചിരിക്കുന്നേയില്ല, അവൻ പല്ല് തേച്ചിട്ടില്ല, മനസ്സിലായി. ആദിഷ്, ഇപ്പൊ കണ്ടു. ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? യെസ്. നോ. എയ്ഡൻ, യെസ് ഓർ നോ? സേ. അവിടെ അടിപിടിയാ. എയ്ഡൻ ആരാ? അമ്മയാണ് അടിക്കുന്നേ. ഞാൻ ആരെയും മ്യൂട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് സംസാരിക്കാം ഇങ്ങോട്ട്. ഓക്കെ. ആദിശ്രീ രാവിലെ എഴുന്നേറ്റ് കുളിച്ചോ? മോളെ അൺമ്യൂട്ട് ചെയ്താലേ മിസ്സിന് കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ. മിസ് സോറി, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത മോളെ. ആദിശ്രീ കുളിച്ചു. ഓക്കെ. പല്ല് തേച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? അതെ, എല്ലാരും അങ്ങനെ തന്നെയല്ലേ? അതെ. അല്ല, രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് അമ്മയോട് പറഞ്ഞു എനിക്ക് ഇപ്പം ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ കുടിച്ചതിന് ശേഷം പല്ല് തേക്കുന്നവരുണ്ടോ ക്ലാസ്സില്? അല്ലെ? ഓക്കെ. പിന്നെ എന്തുണ്ട് വിശേഷങ്ങള്? സുഖമാണ് അല്ലേ? നമ്മുടെ ഓൺലൈൻ ക്ലാസ്, അതെ, ഓൺലൈൻ ക്ലാസ് ഒക്കെ നമുക്ക് തീരാൻ പോവാണ് അല്ലേ? ഇനി ആനുവൽ എക്സാം ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ LKG കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ഏത് ക്ലാസ്സിലോട്ടാ? നമ്മൾ LKG കഴിഞ്ഞ് UKGയിലോട്ടാണ് പോകുന്നത്. നമ്മുടെ കൂട്ടുകാരെ പരസ്പരം കണ്ടിട്ടേ ഇല്ല അല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആരും കണ്ടിട്ടില്ല. മിസ്സിനെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ഇങ്ങനെ ഓൺലൈനായിട്ടേ കാണുന്നുള്ളൂ അല്ലേ? നെക്സ്റ്റ് ഇയർ ജൂണിലാകുമ്പോഴേക്കും നമുക്ക് സ്കൂളൊക്കെ ഓപ്പൺ ആവും. സ്കൂളിലോട്ട് വരാം അല്ലേ? എല്ലാരും കാണാം അല്ലേ? അതെ. നിങ്ങൾ ഹാപ്പിയാണോ സ്കൂളിൽ വരാൻ? ഇഷ്ടമാണോ സ്കൂളിൽ വരാൻ? അതെ അതെ, ഇഷ്ടമാണ്. മിസ്സിനും അതെ, ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ വരാൻ. മിസ് ഒറ്റ ദിവസം പോലും ലീവ് എടുക്കില്ല. ആബ്സെന്റ് ആവാതെ മടിയില്ലാതെ നമ്മൾ സ്കൂളിൽ വരണം അല്ലേ? അതെ. അപ്പൊ അടുത്ത വർഷം നമ്മൾ UKGയിലോട്ടാ വരുന്നത്. അപ്പം നമുക്ക് ലെറ്റേഴ്സ് ഒക്കെ നന്നായിട്ട് എഴുതി പഠിക്കണം അല്ലേ? UKGയിൽ എത്തുമ്പോൾ നമുക്ക് കുറേ വാക്കുകളൊക്കെ ആയിരിക്കും. അപ്പൊ ആ വാക്കുകൾ എഴുതണമെങ്കിൽ ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവണം അല്ലേ? മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾ നമ്മൾ ആദ്യം LKG പഠിച്ചു പോകണം. ഇത് വേണോ പത്താ? ഇങ്ങോട്ട്. Okay. Listen here. All of you listen. നമ്മുടെ ക്ലാസ്സിൽ എത്ര പേര് ഹോംവർക്ക് ചെയ്യാത്തവരുണ്ട്? സത്യം പറയണേ മിസ്സിനോട്. കുട്ടികൾ കള്ളം പറയാൻ പാടില്ല. ഹോംവർക്ക് ചെയ്യാത്തവരുണ്ടോ ക്ലാസ്സില്? ആരുമില്ല, എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ എന്താ, ഇനിയിപ്പോ ഹോംവർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ മിസ് ഒന്നും പറയുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇന്ന് തന്നെ ആ ഹോംവർക്ക് എഴുതിയിടണം. നമ്മൾ ഇനി ലെറ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി വേർഡ്സ് ആണ് പഠിക്കുന്നത്. എന്താണ്? A for ആപ്പിൾ എന്ന് പഠിച്ചില്ലേ നമ്മള്? അപ്പൊ ആപ്പിൾ എന്ന് നമ്മൾ എങ്ങനെ എഴുതുന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ആ ലെറ്റേഴ്സ് ഒന്ന് പറയാം. All of you listen here. Listen. ഫസ്റ്റ് ലെറ്റർ ഏതാണ്?
എ. നമുക്ക് ആ റൈംസ് ഒന്ന് പാടി നോക്കാം. ഓക്കെ. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. നിങ്ങൾ നന്നായിട്ട് പാടിത്തരും അല്ലേ? ഓക്കെ. ലാസ്റ്റ് നിങ്ങൾക്ക് അവസരം തരുന്നതാണ്. അപ്പൊ നമ്മള് ലെറ്റേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കാം. ഇനി എല്ലാവരും മിസ്സിന്റെ കൂടെ പറയണം. അവിടെ നിന്ന് ഉറക്കെ പറയണം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യുന്നില്ല. അവിടെ നിന്ന് ഉറക്കെ പറയാം. ഫസ്റ്റ് ലെറ്റർ എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്, ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, സെഡ്. ഇതാണ് ലെറ്റേഴ്സ് അല്ലേ? ഇനിയും ലെറ്റേഴ്സ് എഴുതാൻ അറിയാത്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ഒന്ന് കൈ ഉയർത്താമോ? ഏതെങ്കിലും ലെറ്റേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ കൈ ഉയർത്താമോ? ആദിശ്രീക്ക് എഴുതാൻ അറിയില്ലേ? അൺമ്യൂട്ട് ചെയ്തേ. പ്ലീസ് അൺമ്യൂട്ട്. ഏത് ലെറ്റർ നമ്മൾക്ക് എഴുതാൻ അറിയാത്തത്? വൈ എഴുതാൻ അറിയുന്നില്ല? ഓക്കെ. വൈ എഴുതുന്ന എങ്ങനെ മിസ് കാണിച്ചു തരാം. ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. എങ്ങനെയാ വൈ എഴുതുന്നേ? അവിടെ ഒരു റഫ് ബുക്കോ സ്ലേറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് പിടിക്കുക. എന്നിട്ട് എങ്ങനെയാ വരയ്ക്കുന്നേന്ന് നോക്കിയോ. വൈ എങ്ങനെ എഴുതാ? ഇങ്ങനെയല്ല. ഇവിടെ നോക്കിയോ. അങ്ങനെയല്ല. നോക്ക്. നിങ്ങൾ അവിടെ എഴുതുവാണോ? ആദ്യം തന്നെ ഇവിടെ നോക്കിയോ. ഒരു കുഞ്ഞു വരയാണ് വേണ്ടത്. കുഞ്ഞു വര വരക്കാൻ. എങ്ങോട്ടാ വരയ്ക്കേണ്ടത്? എങ്ങോട്ടാ വരയ്ക്കണ്ടേ? ലിസൺ. നോക്കിയോ. കണ്ടോ? ഇങ്ങനെ വരച്ചില്ലേ? ചെരിഞ്ഞൊരു വര വരയ്ക്കുന്നു നമ്മൾ. എന്നിട്ട് ഇതിലൂടെ ഇങ്ങോട്ട് കണ്ടോ. വൈ, ബിഗ് ലെറ്റർ വൈ ഇങ്ങനെയാണ്. എങ്ങനെയാണ്? ലിസൺ. കുഞ്ഞു വര വരച്ചു. കണ്ടോ? കുറച്ച് വലുതായി കാണിക്കാം. ഇങ്ങനെ ചെരിഞ്ഞ് ഫസ്റ്റ് വരച്ചു. നെക്സ്റ്റ് മുട്ടിച്ച് താഴോട്ട് വരയ്ക്കാം. വൈ കാണുന്നുണ്ടോ നിങ്ങള്? വൈ എഴുതി കണ്ടോ? ഒന്ന് തമ്പ് ഉയർത്തി കാണിക്കാമോ? ഷാനി കാണുന്നുണ്ടോ? എയ്ഡൻ ഉണ്ട്. ഇങ്ങനെ കാണിക്കണം കേട്ടോ. ഓക്കെ ആണെങ്കില്. അപ്പം വൈ എഴുതി കണ്ടോ ആദിശ്രീ? കണ്ടു. സ്മോൾ ലെറ്റർ വൈ എങ്ങനെ എഴുതി നോക്കിയോ. അതുപോലെ തന്നെ ഇങ്ങനെ എഴുതി. എന്നിട്ട് ഇങ്ങനെ തന്നെ അല്ലേ? നമ്മൾ അതിനൊരു കുഞ്ഞു വാലും കൂടെ കൊടുക്കും. നമുക്ക് ഇതിൽ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ പറ്റുന്നില്ല. മിസ്സിന് അറിയുന്നില്ല എങ്ങനെയാന്ന്. ഒരു കുഞ്ഞു വാല് വേണം അല്ലേ? നമുക്ക് 4 ലൈനിൽ എഴുതുമ്പോൾ എങ്ങനെയാ നമ്മൾ എഴുതേണ്ടത്? മിസ് ഇത് കാണിച്ചു തരാം. 4 ലൈനിൽ എഴുതുമ്പോ ലിസൺ.
ഫോർ ലൈനിൽ എഴുതുമ്പോ എങ്ങനെയാ എഴുതുന്നേ? ഇവിടെ കണ്ടോ, ഇത് കണ്ടോ നിങ്ങള്? എ മുതൽ സെഡ് വരെയുള്ള ലെറ്റേഴ്സ് ആണിത്. അപ്പൊ നമുക്ക് നോട്ട് ബുക്കിൽ, നമ്മുടെ 4 ലൈൻ നോട്ട് ബുക്കിൽ ഇങ്ങനെയാണല്ലേ, 1 2 3 4 ലൈൻസ് ഉണ്ട്. അതിൽ നമ്മള് ഈ 3 ലൈൻസിലെ ബിഗ് ലെറ്റേഴ്സ് എഴുതി തുടങ്ങുന്നത് അല്ലേ? ഇവിടെ നോക്കിയേ, ഫസ്റ്റ് നമ്മൾ എഴുതുമ്പോ ലൈനിലൊന്നും വരില്ല അല്ലേ? ഒരു ലൈനിൽ നമ്മൾ മുട്ടില്ല. ലിസൺ, കണ്ടോ എഴുതിയിരിക്കുന്ന എങ്ങനെയാ? 3 ലൈനില് കണ്ടോ, 4 ലൈൻ ഉണ്ട്, താഴത്തെ ഒരു ലൈൻ വിട്ടിട്ടാ ബിഗ് ലെറ്റേഴ്സ് എഴുതുന്നത്. ബി എഴുതുന്നത് ഇങ്ങനെയാണ്, ഇതുപോലെ. അപ്പൊ നിങ്ങള് ലിസൺ ഹിയർ, പേരൻസ് ഒന്ന് ശ്രദ്ധിക്കുക, അടുത്തിരിക്കുന്നവരാരായാലും. ഇപ്പം നിങ്ങൾ ഇന്ന് ഹോംവർക്ക് ചെയ്യേണ്ടത് എ ടു സെഡ് വരെ ബിഗ് ലെറ്റേഴ്സ്. ഇതാണ് നിങ്ങൾ ഇന്ന് 4 ലൈൻ കോപ്പിയിൽ എഴുതേണ്ടത്. ഒരു പ്രാവശ്യം നോക്കിയോ ലിസൺ. ഇപ്പം എ ബി സി ഡി ഇ എഫ്, ഫസ്റ്റ് ലൈനിൽ എഫ് വരെ എഴുതുക, കുറച്ച് സ്പേസ് വിട്ടിട്ട് എഫ് വരെ എഴുതുക. രണ്ടാമത്തെ ലൈനിൽ ജി എച്ച് ഐ ജെ കെ എൽ, എമ്മും കൂടെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എഴുതാം. എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. നിങ്ങൾക്ക് സ്ഥലമുള്ള പോലെ കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം ഓരോ ലെറ്റേഴ്സും എ മുതൽ സെഡ് വരെ എഴുതുക. ആദ്യ ശ്രീ എഴുതി എന്നാണോ പറഞ്ഞേ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? കഴിഞ്ഞ ആഴ്ച ഇത് തന്നെ നിങ്ങൾ എഴുതിയല്ലേ? വീണ്ടും നിങ്ങൾ ഇത് നോട്ട് ബുക്കിൽ 4 ലൈൻ നോട്ട് ബുക്കിൽ 4 ലൈൻസ് തന്നെ എഴുതണം കേട്ടോ. 1 ലൈനോ 2 ലൈനോ പാടില്ല ഇംഗ്ലീഷിന്. 4 ലൈനിൽ തന്നെ എ മുതൽ സെഡ് വരെയുള്ള ലെറ്റേഴ്സ് ഇന്ന് ഹോംവർക്ക് ചെയ്യണം. അത് ബിഗ് ലെറ്റേഴ്സ്. നെക്സ്റ്റ് പേജിലായിട്ട് സ്മോൾ ലെറ്റേഴ്സും വരുന്നുണ്ടല്ലേ? എങ്ങനെയാ സ്മോൾ ലെറ്റേഴ്സ് എഴുതുക? ഇവിടെ ശ്രദ്ധിച്ചേ, ഇത് കണ്ടോ? ഫസ്റ്റ് പേരൻസ് ഒന്ന് ശ്രദ്ധിക്കണേ. നോട്ട് ബുക്കിന്റെ പേജിന്റെ ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഡേറ്റ് ഇടുക, എന്നിട്ട് അതിലിവിടെ എഴുതുക സ്മോൾ ലെറ്റർ എ ടു സെഡ്. എന്നിട്ട് ആ ഒരു പേജില് ഇങ്ങനെ എഴുതുക. എങ്ങനെയാ 4 ലൈൻസിൽ എഴുതുക? സ്മോൾ ലെറ്റേഴ്സ് വരുമ്പോ നമ്മൾ നടുക്ക തുടങ്ങുന്നല്ലേ? എ 2 ലൈനിലായിട്ടാണ് വരുന്നത്. എ ബി സി ഡി ഇ എഫ്. അപ്പൊ എഫ് വരെ നിങ്ങൾ ഫസ്റ്റ് ലൈനിൽ എഴുതിയാൽ മതി. ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. അപ്പൊ വൈ എഴുതി കണ്ടോ? ഇവിടെ ശ്രദ്ധിച്ചേ, ഒരു കുഞ്ഞു വാലൊക്കെ ഉണ്ടല്ലോ വൈക്ക്, സ്മോൾ ലെറ്റർ വൈക്ക് ഒരു കുഞ്ഞു വാലൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗി അത് എഴുതുമ്പോൾ കാണാന്. എഴുതി നോക്കണം കേട്ടോ. അപ്പൊ എങ്ങോട്ടാ എഴുതേണ്ടത്? അത് കുറെ ലെറ്റേഴ്സ് താഴത്തെ ലൈനിലോട്ടാ വരുന്നത്. ഏതൊക്കെ ലെറ്റേഴ്സ് അത്? ഇവിടെ നോക്കിയോ, ബി ഫസ്റ്റ് ലൈനിൽ മുട്ടിച്ച് എഴുതണം. പിന്നെയോ എവിടെയാ ബി? ഏതാ കണ്ടോ? ഫസ്റ്റത്തെ ലൈനിൽ മുട്ടിച്ച്, താഴത്തെ ലൈൻ ഫ്രീ ആണ്. പിന്നെ ഡിയും അതുപോലെ. എഫ് എഴുതുമ്പോ നോക്കിയോ, ഉണ്ടോ? അതുപോലെ ജി എഴുതുമ്പോ എവിടെയാ വരുന്നത്? നമ്മൾ എ എഴുതിയ പോലെ എഴുതിയിട്ട് താഴത്തെ ലൈനിലോട്ടാണ് ജി വരുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ ജെ എഴുതുക. കണ്ടോ ഇവിടെ പി ക്യൂ ഒക്കെ കണ്ടോ? താഴോട്ടാണ് എഴുതുന്നത്. നമ്മള് മുകളിലത്തെ ലൈനിലല്ല തുടങ്ങുന്നത്, നടുക്കത്തെ ലൈനിലാണ് തുടങ്ങുക. അതുപോലെ തന്നെ വൈയും. അപ്പം ഇങ്ങനെ ഭംഗിയായിട്ട് ഇപ്പൊ 2 പേജ് എഴുതാൻ വന്നു ഹോംവർക്ക് അല്ലേ? ഫസ്റ്റ് ഇന്നത്തെ ഡേറ്റ് എഴുതുക. ബിഗ് ലെറ്റർ, അതായത് ക്യാപിറ്റൽ ലെറ്റർ എ മുതൽ സെഡ് വരെ നിങ്ങൾ ഒരു പ്രാവശ്യം നല്ല സ്പേസ് ഇട്ട് നല്ല ഭംഗിയായിട്ട് എഴുതണം കേട്ടോ. രണ്ടാമത്തെ പേജില് വീണ്ടും സ്മോൾ ലെറ്റേഴ്സ് എ ടു സെഡ് വരെ. ഇപ്പൊ 2 പേജായി അല്ലേ? അപ്പം ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞ പാടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ 2 പേജിലായിട്ടുള്ള ഹോംവർക്ക് നിങ്ങൾ എഴുതണം. പെട്ടെന്ന് എഴുതി തീരില്ലേ? ഒരു പ്രാവശ്യം എഴുതണ്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നത്തേക്ക് വെക്കണ്ട. നമ്മള് ഈ ക്ലാസ് കഴിഞ്ഞ പാടെ നിങ്ങൾ ഈ ഹോംവർക്ക് ചെയ്യണം. ഇനി തന്നെ എഴുതാം അല്ലെ? അമ്മ കൈയൊന്നും പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല, തന്നെ എഴുതാം നമുക്ക്. അമ്മമാരെ കൊണ്ട് എഴുതിപ്പിക്കരുത് കേട്ടോ, കൈയൊന്നും പിടിച്ച് എഴുതിപ്പിക്കരുത്. ഇപ്പൊ നമുക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടില്ല. അവര് ചേച്ചിമാരോ ചേട്ടന്മാരോ അമ്മയോ ആണെങ്കിലുണ്ടല്ലോ ഒരു വൃത്തി ഉണ്ടാവില്ല അത് കാണാൻ. നിങ്ങൾ എഴുതുന്ന അക്ഷരങ്ങളാ നല്ല ഭംഗി, നിങ്ങളെ പോലെ തന്നെ.
ഇത് തന്നെ എഴുതണം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴാണ്, അതായത് നെക്സ്റ്റ് പീരീഡ് വരുന്നുണ്ടല്ലേ, അപ്പോഴേക്കും നമ്മൾ ഈ ലെറ്റേഴ്സ് കൊണ്ടുള്ള വാക്കുകൾ പഠിക്കാൻ പോവാണ്. എ ഫോർ ആപ്പിൾ, എ ഫോർ ആറ്റ്, എ ഫോർ എയ്റോപ്ലെയിൻ. ഈ വേർഡ്സ് നമ്മൾ നെക്സ്റ്റ് പീരീഡ് പഠിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം. ആർ യു റെഡി? യെസ് ആണെങ്കിൽ ഇങ്ങനെ തമ്പി ഉയർത്തി കാണിക്കാം. യെസ്, ഗുഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, സത്യം പറയണം, എത്ര പേര് ഇപ്പോ തന്നെ എഴുതുന്നുണ്ട്? കൈ പിടിക്കാതെ തന്നെ എഴുതുന്ന എത്ര കുട്ടികളുണ്ട്? നിതാശ എഴുതുന്നില്ല, ഐവിനും എഴുതുന്നില്ല. ഓക്കെ, വെരി ഗുഡ്. ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് ഡൗൺ. നിതാശ പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തേ. നിതാശ തന്നെ എഴുതാൻ പഠിച്ചിട്ടില്ല? പഠിച്ചു. അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്? അമ്മയുടെ മുഖത്ത് നോക്കുന്നു. സത്യം പറഞ്ഞു. ചിലപ്പോ കൈ പിടിക്കും അല്ലേ? നമുക്ക് നല്ല മടിയുള്ള സമയത്ത് ഒന്ന് അമ്മ കൈ പിടിച്ചു തരും അല്ലേ? അതെ. നിങ്ങൾ ആദ്യം എങ്ങനെയായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എ എഴുതാൻ നിങ്ങൾക്ക് നല്ല പാടായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? സ്മോൾ ലെറ്റർ എ ഒന്നും വരില്ല, അത് നേരെ തലതിരിച്ചൊക്കെ എഴുതി വെക്കും അല്ലേ? ലൈനിലൊന്നും എഴുതില്ല. എന്നപ്പോ അമ്മമാർക്കൊക്കെ നല്ല ടെൻഷൻ ആയിരിക്കും. അയ്യോ എൻ്റെ മോള് ലൈനിലൊന്നും എഴുതുന്നില്ല, എല്ലാം പുറത്തു പോവുക, ചാടി പോവുക, വെളിയിൽ പോവുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമായിരിക്കും അവർക്ക്. മിസ് എപ്പോഴും കേൾക്കുന്നത്. ഇപ്പൊ നിങ്ങൾ 4 ലൈനിൽ എഴുതാൻ നല്ല വൃത്തി എഴുതാൻ പഠിച്ചില്ലേ? നിങ്ങളൊന്ന് ആ നോട്ട് ബുക്ക് പുറകോട്ടൊന്ന് മറിച്ചു നോക്കിയേ. നിങ്ങൾ എഴുതിയ ലെറ്റേഴ്സ് ഒക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ അല്ലേ? ഹോംവർക്ക് ചെയ്തിട്ടുള്ളവർക്ക് കാണാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സില് ഇന്ന് പറഞ്ഞു ലുബാബ നല്ല ഭംഗിയായിട്ട് കളർ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ എല്ലാവരും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? ബിഗ് ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതില് ഡേറ്റ് ഇട്ടിട്ട് ഫസ്റ്റ് പേജിലായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബിഗ് ലെറ്റർ അല്ലെങ്കിൽ എന്താ പറയാ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലേ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് A to Z വരെ നിങ്ങൾ ആ ഒരു പേജിൽ നന്നായിട്ട് എഴുതണം. വീണ്ടും നെക്സ്റ്റ് പേജ് എടുത്തു, അവിടെ ഹോംവർക്ക് എന്ന് എഴുതുക. ഹോംവർക്കിന് എങ്ങനെ എഴുതുക? HW അല്ലേ? അതെ, ഹോംവർക്ക് എന്ന് എഴുതുക സ്മോൾ ലെറ്റേഴ്സ് A to Z വരെ. 2 പേജിലാണ് ഹോംവർക്ക് തന്നിരിക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, എല്ലാം മനസ്സിലായി. ഇപ്പൊ 2 പേജിൽ ഹോംവർക്ക് വന്നു. അത് ഈ പീരീഡ് കഴിയുമ്പോഴേക്കും നിങ്ങളത് എഴുതി പോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത പീരീഡ് വരുമ്പോൾ നമ്മൾ 2 വാക്കുകൾ വെച്ച് പഠിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ ഒന്ന് ഞാൻ ഫസ്റ്റ് തന്നെ എന്റെ മുമ്പിൽ ഫസ്റ്റ് കാണുന്ന ഇഷാനിനെയാണ്. നമ്മൾ A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സ് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാമോ ഇഷാനി? ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട്. A B C D E F G H I J K L M N O P Q R S T U V W X Y Z. Very good, very good, very good, very good. All of you clap ചെയ്തേ. Very good, very good, very good. Very good, very good. Thank you. Adisri, next Adisri. എല്ലാവരും ലെറ്റേഴ്സ് പറയണം മിസ്സിനോട് ഇന്ന് കേട്ടോ.
എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? 26 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? 26. ഓക്കെ. A, B, C, D, E, F, G, H, I, J, K, L, M, N, O M, O, ആ M, N, O, P B, P P, ഉം, Q, ഉം, R, ഉം. S, T, U, C, W, X, Y, Z. ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി വെരി ഗുഡ്. ആരും ഒന്നും പറയുന്നില്ലല്ലോ, ക്ലാപ്പ് ചെയ്യുന്നില്ല ആരും. ഞാൻ ഒറ്റയ്ക്ക് മാത്രം ഇവിടെ ഇരുന്ന് ക്ലാപ്പ് ചെയ്യാം. എനിക്ക് സങ്കടം വരുന്നുണ്ടേ. ഐവിൻ ജോസഫ് പ്ലീസ് അൺമ്യൂട്ട്. പറയണേ, ആയില്ല. ആ പറഞ്ഞു. A, B, C, D, E, F, G, H, I, J, K, L, M, N, P, Q, R, S, T, U, P, W, X, Y, Z. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി വെരി ഗുഡ്. അല്ല, നിങ്ങൾ എന്താ ക്ലാപ്പ് ചെയ്യാത്തത്? ആ സ്കൂളിലാണെങ്കിൽ നല്ല ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു നമുക്കല്ലേ. ഫാത്തിമ ഫാത്തിമ സിദി. നെക്സ്റ്റ് ഫാത്തിമ മെഹറിനാണ്. റെഡി ആയിട്ടിരുന്നോ? ഫാത്തിമ സിദ്ദീഖ് പ്ലീസ് അൺമ്യൂട്ട്. A, B, C, D, E, F, G, H, I, J, K, L, M, N, P, Q, R, S, T, U, V, W, X, Y, Z. സെഡ്. ഓക്കെ വെരി ഗുഡ്. എങ്ങനെയാ പാടേണ്ടത്? വെരി ഗുഡ് വെരി ഗുഡ് വെരി വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ. പ്ലീസ് അൺമ്യൂട്ട്. A, B, C, D, E, F, G, H, I, J, K, L, എൻ എൻ N, O, P, W, പി ക്യു W, ആർ. നോ നോ. I, പി മെഹറിൻ. പി ക്യു ആർ എസ് എസ് Y, Z. എക്സ് അല്ല മോളെ. പി മോളെ ഇവിടെ നോട്ട് മിസ്സിന്റെ കൂടെ പറഞ്ഞേ. പി P, ക്യു Q, ആർ R, എസ് S, ടി T, യു. ടി ആണ്. ടി ടി യു E, യു U, വി V, ഡബ്ല്യു W, എക്സ് വൈ സെഡ്. S, Y, Z. ആ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി വെരി ഗുഡ്. നെക്സ്റ്റ് അഭിനവ് എസ് ജേക്കബ്. സ്പീഡ് A, B, C, D, E, F, G, H, I, J, K, M, N, P, R, S, T, U V W, W X Y H, I, Z. എക്സ് വൈ സെഡ്. ഓക്കെ വെരി ഗുഡ്. അഭിനവിന്റെ അമ്മയുണ്ടോ അടുത്ത്? ഒന്ന് അഭിനവിന്റെ അമ്മേനെ ഒന്ന് കാണാൻ പറ്റുമോ എനിക്ക് ഇവിടെ? മോന് സംസാരിക്കുമ്പോൾ കുറച്ചൊരു ഇതുണ്ടല്ലേ, പ്രശ്നമുണ്ട്. ആ കുഴപ്പമില്ല. നിങ്ങൾ എന്താ ചെയ്യണേ? ഇങ്ങനത്തെ കുട്ടികളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ നന്നായിട്ട് വായിപ്പിക്കണം ലെറ്റേഴ്സും. അതായത് ഇപ്പൊ അവന് LMNOP എന്നുള്ളത് MNLOP എന്നാ വരുന്നത് അല്ലേ? സാരമില്ല, കുഴപ്പമില്ല. ഓരോ ലെറ്റേഴ്സും എടുത്തിട്ട് നിങ്ങൾ വായിപ്പിക്കണം. ഓക്കെ
ഓക്കെ. ഓരോ ലെറ്റേഴ്സ് അവന് പറയാൻ മടിയാണെങ്കിൽ നിങ്ങൾ അവനെ കൊണ്ട് വായിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയായി വരും. ചില കുട്ടികൾ പേരൻസും കുട്ടികളുമായിട്ട് സംസാരം കുറയുമ്പോഴാണ് കുട്ടികൾക്ക് ഈ സംസാരിക്കാനുള്ള ഒരു മടി വരുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് അവനെ കൊണ്ട് വായിപ്പിച്ചാൽ മതി. ഓരോ ലെറ്റേഴ്സും വായിപ്പിച്ചാൽ മതി. മിണ്ടാതിരിക്കുകയും ചെയ്യരുത്. കുട്ടികളെ കൊണ്ട് അവരോട് സംസാരിക്കണം, ഓരോന്നും ചോദിക്കണം. ആ വാക്കുകൾ തെറ്റിയാലും കളിയാക്കാനേ പാടില്ല. നിങ്ങള് ചിരിക്കാൻ പാടില്ല. അത് തെറ്റിയത് ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് ശരിക്ക് അതിനൊരു ഉറപ്പ് കൊടുത്ത് പറയാനുള്ള ഒരു പ്രാക്ടീസ് എടുക്കണം നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ. ശരിയായിക്കോളൂ. ഓക്കെ. എൽഡൻ തോമസ്, എൽഡൻ, നമ്മുടെ സമയം തീരാൻ വേഗം. കുറെ കൂട്ടുകാരുണ്ട് പറയാനിരിക്കുന്നു. വേഗം എൽഡൻ. വെരി ഗുഡ്. ഉമർ ജാഫർ, EFGHI വെരി ഗുഡ്. ഒന്നുകൂടെ നന്നായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ ലെറ്റേഴ്സ്. ഉമറെ, നിതാഷ വായിച്ചോ. നിതാഷ, പ്ലീസ്. റൈംസ് പാടിയതാണോ? ഓക്കെ, വെരി ഗുഡ്. ഏഡൻ ജെ മാത്യു, നിതാഷ, വെരി ഗുഡ്. A B C D E F G H I J K L M N O P P Q R S T U V W X Y Z. ഓക്കെ, വെരി ഗുഡ്. ലുബാബ, A B C D E F G H I J K L M N O P Q R S T U V W X Y Z. ഓക്കെ, വെരി ഗുഡ്. ആദിഷ്, ആദിഷ് പറഞ്ഞോ മോനെ? ഇല്ല. ഓരോ ലെറ്റേഴ്സ് ആയിട്ട് പറഞ്ഞേ. A B C D A B C D H T H I J K L M N O P Q R S T U V W X Y Z. ഓക്കെ, അഭിനവ് എവിടെയാ പോന്നെ? വെരി ഗുഡ് ആദിഷ്. X Y Z. ഓക്കെ, വെരി ഗുഡ്. ഏബൽ സിൻഡോ, A B C D G F G H I J K L M N O P L M N Q R S T U V W X Y Z. ഓക്കെ, വെരി ഗുഡ്. റിയാൻ ടി പി, ലുബാബ കുട്ടിയെ എന്താണ് മൈലാഞ്ചി ഇട്ടത് കാണിച്ചതാണോ? നന്നായിട്ടുണ്ട്. A B C D E F G H I J K L M N P O P Q R S T U V W X Y Z. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാ മിസ് വായിപ്പിക്കാത്തത്? എല്ലാരും വായില്ലേ? അവനെ വായിച്ചു മോനെ. ഒന്ന് നിങ്ങളുടെ അറ്റൻഡൻസ് എടുത്തോട്ടെ.
ഇഷാനി, ആദിശ്രീ, പ്രസന്റ് മിസ് എന്ന് പറയണം കേട്ടോ. അവിടുന്ന് ഐവിൻ, ഫാത്തിമ സിദ്ദീഖ്, അഭിനവ്, ഫാത്തിമ മെഹറിൻ, ഏഡൻ തോമസ്, നിതാഷ, ലുബാബ, റിയാൻ ടി പി, ഏബിൾ സിൻഡോ, ഉമർ ജാഫർ, ഏഡൻ ജെ മാത്യു, ആദിഷ്. ഓക്കെ, എല്ലാവരും ആയി. ഇപ്പൊ എന്ത് പറഞ്ഞു? ഇന്ന് രാവിലെ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? രാവിലത്തെ പീരീഡ് ഈ ക്ലാസ് കഴിഞ്ഞ പാട് ഹോംവർക്ക് 2 പേജിലായിട്ട് എഴുതാറുണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? ലെറ്റേഴ്സ് എഴുതാനേ ഉള്ളൂ. 2 പേജ് എന്ന് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വേർഡ്സ് എഴുതാൻ പോകണം. അപ്പം ഇപ്പൊ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഒത്തിരി ഹോംവർക്ക് വരും. അത് വേണ്ട. ഇപ്പൊ പറഞ്ഞ കാര്യം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്ന് എഴുതുക കേട്ടോ. തന്നെ എഴുതാൻ പറ്റും. തെറ്റിയാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. തെറ്റിയാൽ നമ്മൾ ഇറേസർ എടുത്ത് മായ്ച്ചിട്ട് നല്ല ഭംഗിയായിട്ട് എഴുതാം. ഏബിൾസിൻഡോ ഇത് എവിടെയാ കയറി നിൽക്കുന്നേ? ചെയറിന്റെ മുകളിലോ? അവിടെ ഇരിക്കേ സിൻഡോ. ഇപ്പം ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, സീ യു, ബൈ.